തന്നെ പ്രദർശിപ്പിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്നപോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹ സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും മിശിഹായോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം.
this word in your mind, that understanding. So in every marriage, so I am blessing the first marriage in Nova Scotia. Okay, I have blessed only one marriage in Canada. In 8 years of my PhD ordination, the first one was in Saskatchewan. That's also like a couple of like young adults came here for studies and they met together here, and they decided to marry here itself, and they were not able to go to India because of the pandemic that time. But your situation is not like that. Like you came here, you came for studies, you met together, and you spoke together, and it took so much of time to understand each other, and you decided to get married and told your parents that you wish to get married, and your interest or your happiness. When you found a better partner, your parents agreed for it. Agreeing inherently that you are seeing that their life, how they do it. You are taking in a way an example from their life, and you decide that we can also do the same way, like be a happy and a wonderful life. So this is same happening with you also. So I would say one word that you choose in between you, understanding. So ഇന്നത്തെ ആദ്യത്തെ വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഇങ്ങനെയാണ്. ഈശോ സ്ത്രീ പുരുഷനും പിതാവായ സ്ത്രീ പുരുഷനും ഏകനായിരിക്കും നല്ല എന്ന് കണ്ടുകൊണ്ട് ആദത്തിന്റെ വായയിൽ നിന്നും ഹവ്വായ്ക്ക് ജന്മം നൽകി. So that means ആദത്തിന്റെ വായയിൽ എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ഹൃദയം, അപ്പോൾ ആ വായയിൽ ഈ ഹൃദയത്തെ പൊതുവെ
കണ്ണുകളും ആദ്യ അടച്ചു വേണം പരിണയം കഴിഞ്ഞതിന് ശേഷം. വിവാഹത്തിന് ശേഷം ചില കാര്യങ്ങൾ വീഴ്ചകൾ നീ മനസ്സിലാക്കിയിട്ടുണ്ട് ഓൾറെഡി അവിടെ ഇരുന്നപ്പോൾ. അപ്പോൾ അത് കണ്ണടച്ചാണ് എല്ലാ കാര്യങ്ങളും ചോദ്യം ചെയ്യാൻ, എല്ലാത്തിനോടും പ്രതികരിക്കാൻ, എല്ലാത്തിനോടും ക്വസ്റ്റ്യൻ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. സോ അണ്ടർസ്റ്റാൻഡിങ്, adjustment. Next one is first when you understand it, you try to adjust in your life. അതാണ് പിന്നെ ഞാൻ പറയുന്നത്. നീ കണ്ണു തുറന്ന് നോക്കി എല്ലാ കാര്യങ്ങളും കണ്ട് വിവാഹത്തിൽ മനസ്സിലാക്കി. ഇനി നിന്റെ ജീവിതത്തിൽ വിവാഹത്തിലേക്ക് പോയതിനു ശേഷം ഭാവി കണ്ണുകൾ അടച്ചു പോകണം. എന്ത് കാര്യങ്ങൾ സംഭവിച്ചതാണ് രണ്ടുപേരും അങ്ങോട്ട് പോകും. ഒരാൾ മാത്രമല്ല. ഞാൻ കണ്ണടച്ചു കൊടുക്കുന്നത് I know, I understand she is like that. With all her weakness, I accepted her. So in my life, hereafter, all her weakness is mine as well. So I accept her as what she is. അതാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇനി അവരെ ശേഷം എനിക്ക് പരാതി പറഞ്ഞു ഒരു കാര്യം സാധാരണ തമാശ പറഞ്ഞു വിവാഹം ചെയ്യുന്നതിന് ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ you are not completed. Once you get married, you are completed now. നിന്റെ കാര്യത്തിൽ രണ്ടുപേരുടെ കാര്യത്തിൽ നിങ്ങളുടെ ഇടയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഇടയിലുള്ള ഫ്രീഡം, നിങ്ങളുടെ ഇടയിലുള്ള സ്വാതന്ത്ര്യം, എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസ് നിങ്ങൾ കൊണ്ടുവരികയാണ്. ഓപ്പൺ വേൾഡിൽ കുറേ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കാം. ഇനി നമ്മൾ പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. സോ പൗലോസ്ലീഹ രണ്ടുപേരും നമ്മൾ വിധേയത്തെക്കുറിച്ച് പറയുന്നത് ഭാര്യയും ഭർത്താവുമുള്ള അണ്ടർസ്റ്റാൻഡിങ്, അവരുടെ വിധേയത്വം, സഭയിൽ നിങ്ങൾ എങ്ങനെയാണ്, ഈശോയാണ് നിങ്ങളുടെ ഈ ഉദാശ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പാർട്ടിയും ഫുഡും പരിപാടിയും കഴിയുമ്പോൾ ഇവരെല്ലാവരും നിങ്ങളും your parents they will go back, right? Within 3 months they will go back. They came to witness this great celebration. വളരെ ഹാപ്പിയാണ്. വലിയൊരു ആഘോഷങ്ങളുടെ ചെറിയ കഴിയാണ്. ഇതിന് ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കാണെന്ന് നിങ്ങൾ ആകുന്നതിന് ശേഷം ഈ വിവാഹത്തിൽ ഈശോയാണ് നിങ്ങളെ വിരുദ്ധരാകുന്നത്. I am just a mediator as a priest here, as church has given me an obligation or appointed me to bless this marriage in the name of Jesus, that we are blessing this one. So Jesus is uniting here, and He is the mediator here, and He will be with you forever. Even if your parents or friends or anybody leave you, or nobody is with you hereafter. Nobody may not be with you in your personal time and in your personal difficulties, but Jesus is with you. That's all. So never forget that Jesus has united you in this sacrament of marriage during the time of Holy Eucharist. വിശുദ്ധ കുർബാന എന്ന കുർബാനയുടെ മധ്യേ വിവാഹം എന്ന കുർബാന നടക്കുന്നത്. അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഈശോ തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഇനി ഏത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഏറ്റവും ആദ്യം വിളിക്കേണ്ടതാണ് ഈശോയെ വിളിക്കുക. കാരണം
Spirit.
മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമൂഹത്തോടും കൂടി മനുവിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. സാക്ഷികൾ, നിങ്ങൾ ഈ വിവാഹോടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വെറുതെ ചേർത്തിരിക്കുക. അബ്രാഹത്തെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി വിവാഹം ചെയ്ത് നയിക്കുവാൻ നമ്മുടെ കർത്താവിന്റെ വിവാഹത്തിൽ ബന്ധിക്കമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. വഴി തിരുസഭയെ പൊതുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരിക്കുന്ന ഈ താലി ദയാപൂർവ്വം അനുകരിച്ച് ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ പ്രതീകമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധനായി ജീവിക്കുവാനും ഇതിൽ ബുദ്ധിതമായിരിക്കുന്ന കുരിശികൾക്ക് ശക്തിയായിരിക്കട്ടെ. ഇത് ഇവിടെ വിശ്വസ്തയുടെ അടയാളമായി തീരുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെ അടയാളമായി പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങളെ അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന്റെ അനശ്വരത്താൽ മനുഷ്യാത്മാവിനെ അനുഗ്രഹിക്കുന്ന നാണ്യമായ ദൈവമേ, ഈ മന്ത്രങ്ങളോട് അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മാവാട്ടിയായ പരിശുദ്ധസഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച് കർത്താവ് ലോകത്തിൽ നിഷ്കളങ്കമായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ.
ഫലങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കും. തിരുസഭയുടെ ശിരസ്സായിരിക്കും നിങ്ങളെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങൾ സ്വീകരിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധമാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും തുറന്നതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുത്തെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Amen.
So
നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാട്ടിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നമുക്ക് പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തത് അത്രയും അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീകതയിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് വെച്ചുപോയി ഞങ്ങളെ സംഹരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഭാവികളായ ഞങ്ങളെ കടമോക്ഷത്തിൽ വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ ഹൃദയം നിന്റെ സ്വന്തമായ അനുഗ്രഹത്താൽ മാതൃമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും ഫലമായ ദൈവപാപ്പായും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ രാധാകൃഷ്ണന്മാർ തലവരെയും യുവനാധ്യക്ഷൻ പിതാവുമായ ജോസഫാനും മറ്റെല്ലാം ഭരണമാർക്കും പുരോഹിതന്മാർ സംസ്ഥാനമാർ സമർപ്പിതരമായ ഭരണകർത്താക്കളും അധികാരികളും വിശുദ്ധ സമൂഹത്തിന് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീമാരുടെയും രക്തസാക്ഷികളുടെയും മതങ്ങളുടെയും ബഹുമാനത്തിന് അവരുടെ സന്നിധിയിൽ ദീനമായി പ്രവർത്തിച്ച് നീതിമാന്മാരെ വിശുദ്ധരെല്ലാം ദാനന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ദരിദ്രരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ നാട്ടിൽ വരുന്നവരെല്ലാം മരിച്ചവർക്കും അവരുടെ കരുതൽ പ്രത്യാശകളും കാത്തിരിക്കുന്ന ഈ ജനത്തിന് വളരെ പ്രത്യേകമായി വിശുദ്ധ വിവാഹം എന്ന കൂതാശയുടെ വിശുദ്ധ കുർബാനയിലൂടെ ഒന്നായിത്തീർന്ന പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കും വേണ്ടി നേതൃത്വത്തോടെ സന്നിധിയിലായി പ്രാർത്ഥിക്കുന്നവരെയും മാതാപിതാക്കന്മാർക്കും കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും വേണ്ടി പിതാവേ, ജീവിതാവസാനവരെ വ്യക്തികളുടെയും വിശ്വാസത്തോടും സ്നേഹത്തോടും വിശ്വസ്തയോടുകൂടെ നിലനിന്നു പോകുവാൻ ദൈവത്തിന്റെ അനുഗ്രഹം എപ്പോഴും ജീവിതത്തിലുണ്ടാകുവാൻ പ്രിയമായ ഈശോയെ പ്രാർത്ഥന വാഗ്ദാനം ചെയ്യുന്നവർക്കും എല്ലാ രോഗികൾക്കും എല്ലാ ലോകാരികൾക്കും ദൈവമേ അയോഗ്യനും ഭാവിയുമായിരിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിച്ചതുപോലെ നമ്മുടെ വിശുദ്ധമായ ദൈവത്തിനെ അങ്ങനെ രക്ഷകന്റെ ശരീരത്തിനായി അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ ശാന്തിയും സമാധാനവും ഞങ്ങൾ നൽകണം. ഞങ്ങൾ മാത്രമല്ല, പിതാവായ ദൈവമെന്നും ഞങ്ങളുടെ ദൈവത്തിനായ ഈശ്വരനായി അയച്ചുവെന്ന ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവ് ദൈവവുമായ മിശിഹായെന്നും ജീവനായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസ സജീവവും ജീവനായകമായ പരിശുദ്ധ ഗോലിയാസോടും ദാനവുമായ എല്ലാവർക്കും വേണ്ടിയോ നേരത്തെ വിശദീകരണമായി പഠിക്കുന്നതും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ രക്ഷകനായ ഈശ്വരനായ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രധാനത്തിന്റെയും മഹനീയവും വൈരുദ്ധ്യവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ അർത്ഥത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ആശ്രയിക്കുവാനായി അവർ താമസിച്ചു നിന്നെ ആശ്രയിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾ ബോധിക്കും പാപങ്ങളോചനത്തിന് മനുഷ്യരുടെ പുറമെ പ്രത്യാശയിലെ പ്രീതിപ്പെടുത്തിയെല്ലാവരും ഒന്നിച്ച് സുഖരാജ്യത്തിൽ ജീവിതത്തിൽ കാരണമാക്കി. കർത്താവായ ഞങ്ങൾക്ക് വേണ്ടിയുള്ള മഹനീയവും വിസ്മയവും രക്ഷാപ്രതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രയോഗിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ മൂല്യപ്പെട്ട സഭയിൽ സന്തോഷത്തോടെ പ്രത്യാശയോടുകൂടെ ഞങ്ങൾ അങ്ങേക്ക് തുറന്നിറക്കുകയും ചെയ്യുന്നു.
Thank you.
Amen.
ദൈവത്തിന്റെ സ്വാഭാവികമായി ഭൂതാശങ്ങളെ ശക്തരാക്കട്ടെ. സന്താന ഭാഗ്യത്തിന്റെ ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കി നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സ്വന്തമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെയോ നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ ആവറയിൽ അവിടുത്തെ സ്തുതി ബഹുമാനവും കുറഞ്ഞതേ സമർപ്പിക്കാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുവോണത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. The reception is in the church basement of the house. We